കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്ന് നമ്മൾ പറയാറുണ്ട്. ഇപ്പൊ കുട്ടിക്ക് മനസ്സിലായി എന്താണ് കരഞ്ഞാൽ പാല് കിട്ടുന്നു അല്ലെങ്കിൽ ഭക്ഷണം കിട്ടുന്നുള്ളത്. ഈ കരയൽ അമ്മയുമായിട്ടുള്ള ഒരു 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 ഉടമ്പടിയാണ്, ഒരു ഭാഷയാണ്. ഞാനിങ്ങനെ ഒച്ചയൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അമ്മ എൻ്റെ കാര്യങ്ങൾ നോക്കാൻ വേണ്ടി വരും. അപ്പോൾ ഒച്ച ഉണ്ടാക്കിയാൽ അമ്മയ്ക്ക് അറിയാം എന്തോ പ്രശ്നമുണ്ടോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു ഒരു ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഒരു കമ്മ്യൂണിക്കേഷനാണ്. ഭാഷ നമ്മുടെ നിലനിൽപ്പിനെ തന്നെ എങ്ങനെ നിയന്ത്രിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല എക്സാമ്പിളാണിത്. ഈ കരച്ചിലും അമ്മയുടെ റെസ്പോൺസും തമ്മിലുള്ള. കരയുന്ന കുട്ടിക്ക് പാലുള്ളൂ എന്നുള്ളത്. അവർ ഐഡന്റിറ്റി ഇറ്റ് സെൽഫ് ഈസ് ഇൻഎക്സ്ട്രിക്കബിളി ബൗണ്ട് ടു ലാംഗ്വേജ്. ലാംഗ്വേജ് ഡിഫൈൻസ് എസ്. അത് ഇപ്പം മലയാളം ഇംഗ്ലീഷ് ആവണമെന്നില്ല, ഒരു എഗ്രിമെന്റ് ആണ്. ഭാഷ എന്ന് പറഞ്ഞ ഒരു കോഡാണ്. കുറെ നമ്മുടെ കയ്യിലില്ലാത്ത സംഭവങ്ങളൊക്കെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു എഗ്രിമെന്റ് ആണ്, കോഡാണ്. ഭാഷയിൽ നിന്നാണ് സമൂഹം ഉണ്ടാകുന്നതും ഒരു സംസ്കാരം ഉണ്ടാകുന്നതും. നമുക്ക് ആവശ്യമില്ല നമ്മുടെ അടുത്തുണ്ടെങ്കിൽ നമുക്ക് ഭാഷയുടെ ആവശ്യം വരുന്നില്ല. സോ നെക്സ്റ്റ്, നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ നെക്സ്റ്റ് സ്റ്റേജ് ഇൻ ലക്കാൻസ് തിയറി. ദിസ് ഇസ് ദ സിംബോളിക് ഓർഡർ. ഇപ്പോൾ ആദ്യം റിയൽ ഓർഡർ ഉണ്ടായിരുന്നു, പിന്നെ ഇമാജിനറി ഓർഡർ ഉണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ സിംബോളിക് ഓർഡറിലേക്ക് വന്നിരിക്കുകയാണ്. ദിസ് ഇസ് ദ റെൽം ഓഫ് ലാംഗ്വേജ്. ഇപ്പൊ കുട്ടിയുടെ മനസ്സൊന്നും കൂടി ഒക്കെ ഡെവലപ്പായി വരികയാണ്. ഇപ്പൊ കുട്ടിക്ക് ആ വേർതിരിവ് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഈ കുട്ടി ഭാഷയുടെ സാധ്യതകളെ കുറിച്ച് കുട്ടി ആലോചിച്ച് തുടങ്ങുകയാണ്, അത് ഉപയോഗത്തിൽ കൊണ്ടുവരികയാണ്. അതായത് കുട്ടി ഒരു പ്രസംഗം നടത്തുന്നുള്ളതല്ല പറയുന്നത്, പക്ഷെ ഈ കരച്ചിലൂടെയും ചില കുറച്ചായിട്ടുള്ള ഒരു എഗ്രിമെന്റിലൂടെയൊക്കെ കുട്ടി ഒരു ഭാഷ ഉണ്ടാക്കിയെടുക്കുകയാണ്. When the infant is getting all its needs fulfilled, it does not need to understand much about the people around it. Suppose the mother goes away from the child for a few minutes. The infant feels hungry, or maybe a mosquito bites it. It cries. The mother or the person caring for the child appears to comfort it. The child begins to understand that the needs are fulfilled. A language is developed here. It cries and the other person attends to its needs. The act of crying becomes a code, an agreement between the child and the mother. This is what language is all about. Now, you have a book right in front of you. You can use your hand to get it. You cannot, and if you cannot get the book, then you need to communicate. You need someone else to get it for you. You communicate with that person and convey your need. എടാ ആ പുസ്തകം ഒന്ന് എടുത്തുക. ഏത് പുസ്തകം? അപ്പുറത്തുള്ള പുസ്തകം, ആ ബുക്കിന്റെ അപ്പുറത്തുള്ള പുസ്തകം. അപ്പൊ നമ്മൾ പറഞ്ഞാൽ ആ ബുക്ക് നമുക്ക് കിട്ടി എന്നുള്ളതാണ്. സോ യു നീഡ് ലാംഗ്വേജ് ടു കമ്മ്യൂണിക്കേറ്റ്. This act of communication or use of language happens because there is a lack, our inability to get the book on our own. The child lacks comfort or food or warmth, or it's under distress, which it can't sort out on its own. So it has a lack. ഇപ്പൊ അമ്മയിൽ നിന്ന് വേർതിരിഞ്ഞോട് കൂടി ഒരു ലാക്ക് വന്നു, ലോസ് ഉണ്ട്. And it needs the other to help it, to help it to get the job done. The infants are slowly developing an identity separate from their mothers. For both Freud and Lacan, the infant must separate from its mother to form a separate identity. That separation entails some kind of loss. The child knows the difference between itself and its mother and starts to become an individuated being. It loses the primal sense of unity. ഒരു സേഫ്റ്റി ഉണ്ടായിരുന്നു, സെക്യൂരിറ്റി ഉണ്ടായിരുന്നു, അമ്മയുമായിട്ട് കണക്ട് ഉണ്ടായിരുന്നു, സേഫ്റ്റി ഉണ്ടായിരുന്നു. അപ്പൊ അത് മാറി, ആ ലോസ് വന്നിരിക്കുകയാണ്. ദിസ് ഇസ് ദ എലിമെന്റ് ഓഫ് ദ ട്രാജിക് ബിൽറ്റ് ഇൻ ടു ദ സൈക്കോ അനലിറ്റിക് തിയറി. ഒരു കുഞ്ഞിന്റെ മെച്യൂരിറ്റി ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈ ലോസ് സംഭവിക്കണം, അമ്മയിൽ നിന്ന് വേർപിരിയണം, ഒരു നഷ്ടമാണ്. ആ നഷ്ടം ഒരിക്കലും നികത്താനും പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു എലിമെന്റ് ഓഫ് ട്രാജിക് ഇതിലേക്ക് ഇത് ഇൻബിൽട്ട് ആണ്. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദിസ് പ്രോസസ് ആൻഡ് ദിസ് ഹാസ് ടു ഹാപ്പൻ. ഇങ്ങനെ ഇപ്പൊ ഈ നേച്ചർ ആണല്ലോ. ഇപ്പൊ ഒരു കുട്ടി അമ്മയുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക പറഞ്ഞാൽ നാച്ചുറൽ സ്റ്റേറ്റ് ആണ്. അവൽ നിന്ന് വേർപിരിയുമ്പോഴാണ് അത് കൾച്ചറിലേക്ക് വരുന്നത്. ഇറ്റ് ഹാസ് ടു ലേൺ ലാംഗ്വേജ്, ഇറ്റ് ഹാസ് ടു യൂസ് ലാംഗ്വേജ് ടു ഗെറ്റ് തിങ്സ് ഡൺ. ദ സിംബോളിക് റെൽം ഇതാണ്, സിംബോളിക് ഓർഡർ അതാണ്, ഭാഷയുടെ റെൽമാണ്. ഇറ്റ് ഈസ് മാർക്ഡ് ബൈ ദ കോൺസെപ്റ്റ് ഓഫ് ഡിസയർ. ഇറ്റ് ഇസ് ദ ഇക്വലന്റ് ഓഫ് അഡൾട്ട്ഹുഡ്. More specifically for Lacan, the symbolic realm is the structure of language itself, which we have to enter in order to become a speaking subject. This emphasizes how our identity is defined by language. നമ്മൾ സമൂഹത്തിന്റെ ഭാഗമാവുകയാണ് ഭാഷ ഉപയോഗിക്കുന്നതോട് കൂടിയിട്ട്. ഒരു എഗ്രിമെന്റ് ആണല്ലോ. ഇപ്പോൾ ഓരോ ആൾക്കാർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഭാഷ ഉപയോഗിക്കുന്നുണ്ട്.
സോ വി ആർ ബിക്കമിങ് എ പാർട്ട് ഓഫ് ദ സിവിലൈസേഷൻ കമ്മ്യൂണിറ്റി. ഭാഷയിലൂടെ. ദിസ് ഇസ് ലക്കാൻ സിംബോളിക് ഓർഡർ.